കഴിഞ്ഞ വീഡിയോയിൽ നടന്നു വന്നിട്ട് ഓട്ടോക്കറി പോകുന്നതിന് പിന്നിൽ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ വിശേഷം എന്താണെന്ന് ഇപ്പൊ പറയാം. ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാണ്. വിശേഷം എന്താണെന്ന് പുറകിലുള്ള ബാനർ നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് എന്റെ അപ്പച്ചന്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഞാനും അഞ്ജലിനും കൂടെ ഓട്ടോ പിടിച്ചങ്ങ് വീട്ടിലേക്ക് എത്തിയത്. നമ്മുടെ ബർത്ത്ഡേ ബോയ് ആള് നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. പതിവ് പോലെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ കേക്ക് കട്ടി. ചിയേഴ്സ് ടു 66. അപ്പച്ചന്റെ 66ാം പിറന്നാളായിരുന്നു ഇന്ന്. കേക്ക് കട്ടിങ്ങിന് മുന്നേ തന്നെ അപ്പച്ചനെ ജിങ്കോ കാണിക്കുന്നത് ബിനോയിനോടാണ്. വീഡിയോ കോളിലൂടെ ആണെങ്കിൽ പോലും അവന്റെ പ്രസൻസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. Happy birthday to you. Happy birthday dear Appacha. Happy birthday. കേക്ക് കട്ട് ചെയ്ത് ഫസ്റ്റ് പീസ് നേരെ അമ്മച്ചിക്ക് കൊടുത്തു. അപ്പച്ചൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി അത് അമ്മച്ചി തന്നെയാണ്. തിരിച്ചു അങ്ങനെ തന്നെ ആട്ടോ. അതിന് ശേഷമുള്ളൂ ബാക്കി ആൾക്കാരുടെ റോളുകൾ. ഫോൺ വഴിയാണെങ്കിൽ പോലും ഒരു പീസ് അവനും കൊടുത്തിട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ വീഡിയോ പിടിക്കുമായിരുന്നു. ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ മെയിൻ വിഭവം, അത് എന്നും എപ്പോഴും എനിക്ക് ഫുഡ് തന്നെയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഹണി ഗ്രിൽഡ് അൽഫാം മന്തി. ആഹാ, എന്താ ഗുമ്മ്! നോർമൽ അൽഫാം മന്തിന്നും ഇന്ന് കുറച്ച് വെറൈറ്റി പിടിച്ചെന്ന് മാത്രം. പക്ഷേ ഇതിന്റെ ഇടയിൽ ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി. തുറന്നു നോക്കാൻ പറഞ്ഞെങ്കിലും ആഞ്ചലീന എന്നെ മുൻകൈ എടുത്ത് ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ ഗിഫ്റ്റ് ഷെയറിങ് കഴിഞ്ഞ് അപ്പച്ചനും ആഞ്ചലീനെ നേരെ ഫോട്ടോഷൂട്ടിന് കയറി. അപ്പോഴും ആഞ്ചലീന അപ്പച്ചന്റെ ഡ്രസ്സ് നേരെയാക്കാൻ തിരക്കിലായിരുന്നു. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പച്ചന് പുതിയ പോസ് പഠിപ്പിച്ചെടുക്കലായി പരിപാടി. ആഞ്ചലീന എന്തൊക്കെ പോസ് പറഞ്ഞു കൊടുത്തിട്ടും അപ്പച്ചന്റെ ഐക്കോണിക് പോസായ ജിങ്കോ വിട്ടൊരു കളിയില്ലെന്നായി. ഇതാണ് ഇവരുടെ ഐക്കോണിക് പോസ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞ് അപ്പച്ചനോടും അമ്മച്ചനോടും ബൈയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ ചെന്ന് എപ്പോൾ ബൈയും പറഞ്ഞിറങ്ങിയാലും അപ്പച്ചന്റെ അമ്മച്ചന്റെ മുഖത്ത് ചെറിയൊരു വൈക്ലഭ്യം എന്നും കാണോട്ടോ. അങ്ങനെ നാകെ കൂടി ഒരു നല്ല ദിവസമായിരുന്നു. കൂട്ടത്തിൽ ബിനോയ് നാട്ടിലില്ല എന്നൊരു കുഞ്ഞു വിഷമം മാത്രം.